അതെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. സുഖ ഒരു കഥ എടുക്ക്. അതാണ് ഹാപ്പി ന്യൂസ്. അതല്ല ആഹാ അത് ശരി. ഡയറക്ടറും കൺട്രോളിംഗ് മുന്നിൽ ഇരിക്കാനായോ? ഒടിക്കൊന്നും കേട്ടോ. അതെ എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പൈസയുടെ കാര്യം 10 പൈസ നമുക്ക് ഞാൻ കാണാൻ തരില്ല. പൈസന്റെ കാര്യമല്ല ഞങ്ങൾ അതിനല്ലേ വാ തുറക്കാറുള്ളൂ. ഇത് അതിനേക്കാൾ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യ. ഒരു കാര്യം ചെയ്യും ആണ് ഇങ്ങോട്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങോട്ട് ഇരിക്കട്ടെ. എന്തുകൊണ്ടേ അതായത് എനിക്ക് വേണ്ട എന്റെ മൊയ്തീൻ ഇതിന്റെ കസാര കളിയാണോ? ഒന്നും കൂടി വാ. എന്റെ മടിയിലേക്കല്ല, നിങ്ങൾ ചേർന്നിരിക്കും. കാര്യം പറയണ കാര്യമാണ്. നമ്മൾ ഓടി നടന്ന് കഷ്ടപ്പെട്ട ഒരു പ്രൊഡ്യൂസർ ഒപ്പിച്ചിട്ടുണ്ട്. കാശുള്ള ആളാണോ? കാശുള്ള ആളുകളാണ് പ്രൊഡ്യൂസറിനെ കിട്ടുന്നത്. അതെ ഈ കണ്ണി കണ്ടവരൊക്കെ വിളിച്ചോണ്ട് വന്നിട്ട് അവസാനം പടം പറയാൻ വിട്ടിട്ട് പോകുന്ന ടൈപ്പ് ഒന്നും അല്ലല്ലോ. എന്റെ കരിനാക്കെടുത്ത് പുറത്തെടുക്കല്ലേ ചെയ്യും. അല്ല കാതനം പറഞ്ഞത് കാര്യമുണ്ട് മോചിന്. ചില പ്രൊഡ്യൂസർമാരുണ്ട് പടം തുടങ്ങുമ്പോൾ ആശുപൂഷൊക്കെ കാണിക്കും, എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോഴേ പടം പൂട്ടിട്ട് അവരങ്ങ് പോകും. അതെന്താണെന്നറിയോ? എന്നെപ്പോലുള്ള ഡയറക്ടർമാർ അവരെ കണ്ട് മുടിപ്പിക്കും. അത് വേണ്ട. നമ്മൾ വന്ന ഉടനെ തന്നെ നമുക്ക് നല്ല ചെറിയ സെറ്റപ്പില് ഒരു കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പുള്ളിനെ കണ്ടാന്ന് പറഞ്ഞാൽ എന്റെ പൊന്ന് മനുഷ്യനക്കറിയോ, പുള്ളിയുള്ള സൂട്ടും കോട്ടൊക്കെ ഇട്ട് നല്ല ലക്ഷണം മൊത്തം ഒരു പ്രൊഡ്യൂസറാണ്. നമുക്ക് നെറ്റിപ്പെട്ട കുറച്ച് പൂരത്തിന് ഇറക്കി ഇറക്കാം. പ്രൊഡ്യൂസറുടെ കാര്യമാണോ അവരുടെ ആനയുടെ കാര്യമാണോ? നമ്മൾ പറയുന്നത് മനസ്സിലാക്കി. നമ്മളിപ്പോ എന്താ പറഞ്ഞു തോന്നുന്നത് വെച്ചാല് നിങ്ങൾ വന്ന പാടുന്ന അയാൾ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് വലിയ ബഡ്ജറ്റ് ഒന്നും പറയുന്നത്, നമുക്ക് ചെറിയ താഴ്ന്ന ഒരു സാധാരണ ലെവലിൽ താഴ്ന്ന ഒരു കഥ പറഞ്ഞാൽ മതി. എങ്ങനെയെങ്കിലൊക്കെ നടക്കട്ടെ. അപ്പൊ കഥ ലോക്കൽ കഥ, ലോക്കൽ ചേരിയിലുള്ള ചേരിയിലുള്ള ഏതെങ്കിലും ഒരു ചേരിയുടെ കഥ. ഒരു ഇപ്പൊ നായകൻ ലോക്കൽ നായകൻ വലിയ വ്യാപാരമൊന്നുമില്ലാത്ത പറഞ്ഞു കിട്ടും. ലോക്കൽ സെറ്റപ്പ് ഒരു ചേരി. അപ്പൊ നിന്റെ ആത്മാവ് എഴുതുന്നത് കുഴപ്പമുണ്ടോ? ആവശ്യമില്ലാത്തവർക്ക് കയറി കൗണ്ടർ അടിക്കില്ല കേട്ടോ. നമ്മൾ കാണാൻ പറഞ്ഞേ ഓളെ കൂട്ടുണ്ടോന്നാ ഞാൻ ആലോചിച്ച് മനസ്സിലാക്കിട്ടോ. സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ല ഞാനൊരു കാര്യം അനക്കെ ഈ സിനിമ ഡയറക്ട് ചെയ്യണോ? അനക്കെ സിനിമ പ്രവർത്തിക്കണോ? എന്നാപ്പോ അവരപ്പോ എന്താ പണി കൊണ്ടുവച്ചു? കൊള്ളാലോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞെന്താ മനസ്സിലായല്ലോ, അതിന്റെ മറ്റേ ആസ്ട്രേലിയ മോഹം ഉണ്ടല്ലോ, അത് വിദേശത്തെ 2 സിനിമയാണ് ഉറപ്പാണ്. പഞ്ച് വേണ്ടേ? ഒരു കാര്യം 2 പടമൊക്കെ ചെയ്തിട്ട് നമ്മൾ കാശൊക്കെ ഒപ്പിച്ചിട്ട് നിനക്ക് വിദേശം കറങ്ങാം. പ്രൊഡ്യൂസറുടെ ചെലവിൽ ഇങ്ങനെ വിദേശം കറങ്ങാൻ എങ്ങനെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് നമുക്ക് ഈ പടം ഒന്ന് എടുപ്പിക്കണം. ഒരു സിനിമ എടുക്കുക, അതായിരിക്കും നമ്മുടെ മുഖ്യ ലക്ഷ്യം. വിദേശത്തെ 2 ഷോട്ട് വെച്ചാൽ ഒരു പഞ്ച് ഉണ്ടാവും. ആസ്ട്രേലിയ, സ്വിറ്റ്സർലൻഡ് ഒരു സിനിമ വിജയിക്കും ഉറപ്പാ. അത് ഇരിക്കുന്നോ? ഒരു കാര്യം ചെയ്യും, ആദ്യം പ്രൊഡ്യൂസർ എടുത്ത് വിദേശം ഒന്നും പറയണ്ട. പിന്നെ നമുക്ക് കുറച്ച് ഡെവലപ്പ് ചെയ്ത് കയറ്റാം. കുറച്ച് പൈസ ഇറക്കട്ടെ. ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് ഇറക്കി കുടുങ്ങിപ്പോയല്ലോ. പിന്നെ ആളത് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ 50, 60 ആക്കും, 60, 70 ആക്കും. തൽക്കാലം ഈ കാട്ടാക്കാടിയും പേരൂക്കടയും ഒക്കെ മതി എന്റെ വിദേശ രാജ്യങ്ങൾ. അങ്ങനെ ചിന്താച്ചാൽ മതി. സീൻ റെഡി ആയി പറയുന്ന പാവം നോക്കാണ്.